എന്തേ പറയണേ? വാപ്പാന്റെ ഖബറിന്റെ ചാരത്ത് എന്നിട്ട് പറയാം, അസ്സലാമു അലൈക്കും വാപ്പാ, ഇൻഷാ അല്ലാഹ് ഞാൻ ഇങ്ങോട്ട് തന്നെയാ വരണേന്ന്. വാപ്പാടെ പള്ളിപ്പറമ്പിൽ പോയി നിന്ന് ഖബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് നമ്മൾ എല്ലാ ദിവസവും വെള്ളിയാഴ്ചയും എപ്പോ പള്ളിയിൽ പോയാലും ഖബർസ്ഥാനെ കാണുമ്പോൾ നമ്മൾ പറയുന്നത് വീടും പറമ്പും ഒന്നുമല്ല, അവസാനം ഇങ്ങോട്ട് തന്നെയാ വരണേ, ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വരുമെന്ന് ഖബർ നോക്കിയിട്ട് പറയണ നമ്മളോടാ ബില്ല് കാണിച്ചിട്ട് പേടിപ്പിക്കാൻ നിൽക്കണേ. അള്ളാഹു അവന്മാര് പേടിക്കാതിരുന്നാ മതിയായിരുന്നു. എന്തൊക്കെ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുന്നു, നമ്മൾ ഒരുത്തനെയും ഭയപ്പെടരുത്. അല്ല ഉണ്ടല്ലോ നമ്മുടെ കൂടെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ആ 2 ചെറുപ്പക്കാരുടെ വീട്ടിൽ പോയിട്ടാ വരണേ, ആ 2 ശുഹദാക്കളുടെ വീട്ടിൽ പോയിട്ടാ വരണേ. അള്ളാഹുവേ പടച്ചവനെ, ആദ്യം പോയ വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ, അവന്റെ മകനുണ്ട് മകളുണ്ട്, 2 ചെറിയ കുട്ടികള്. ആ മക്കളോട് വെച്ചു, മക്കൾ നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാ. ഞാൻ അവരോട് പറഞ്ഞത്, ആ വീട്ടുകാരോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വാപ്പ എത്ര വലിയ ഭാഗ്യവാനാ. 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അവസരം കിട്ടിയ ചങ്ങാതിയാ. ഉസ്താമാർക്ക് കിട്ടും അത്. അള്ളാന്റെ ദീനിന് വേണ്ടി പോരാടി വീര്യമൃത്യം വരിച്ച ശുഹദാക്കൾക്ക് 70 പേരെ കൊണ്ടുപോകാം. ആലിമിന് 10 പേര്, ഹാഫിലിന് 40 പേര്. ഞാൻ പറഞ്ഞു, എത്ര വലിയ ഭാഗ്യം നിങ്ങളുടെ വാപ്പായ്ക്ക് അള്ളാഹ് കിട്ടിയ. മക്കൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, വാപ്പായ്ക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യേണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാൻ. ഞാൻ അപ്പുറത്ത് മറ്റൊരു വീട്ടിൽ പോയപ്പോ ആ പിതാവ് ഇരുന്ന് കരയുകയാ. ഞാൻ ആ പിതാവിനോട് ചോദിച്ചു, ഇത്രയും കൊല്ലം ഒരു ഷഹീദിനെ വളർത്താൻ അല്ലാഹ് നിങ്ങൾക്ക് ഭാഗ്യം തന്നില്ലേ? അതിന് ശുക്ർ ചെയ്യും. ഒരു ഷഹീദിനെ വളർത്താൻ ഭാഗ്യം അല്ലാഹ് നൽകിയില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ ജീവിക്കണത് വെടികൊണ്ടാണെങ്കിലും വെട്ടുകൊണ്ടാണെങ്കിലും എവിടെ കിടന്നാണെങ്കിലും മരിക്കുമ്പോ ഈമാനോട് കൂടി മരിക്കണം. അത് മാത്രമേ ഒരു മുസ്ലിമിന് ആഗ്രഹമുള്ളൂ. നമ്മൾ അതിനു വേണ്ടിയാ ജീവിക്കുന്നേ. നമ്മൾ ആരെന്നറിയോ? ലോകത്ത് ഇന്ന് വരെ ആരെങ്കിലും നല്ല മരണം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യേണ്ടത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മളല്ലാതെ ഈ ലോകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും അള്ളാഹുവേ നല്ല മരണം തരണേ അല്ലാ, വെള്ളിയാഴ്ച രാവിലെ മരിക്കണേ അല്ലാ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ, മുസ്ലിം അല്ലാതെ ലോകത്ത് വേറെ ഒരാൾ ഇന്ന് വരെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ നല്ല മരണം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുന്നവരാ സഹോദരങ്ങളെ. അതുകൊണ്ട് ഇവന്മാരുടെ ഓലപ്പാമ്പുകൾ കണ്ട് പേടിക്കാൻ നിന്നാ പിന്നെ പേടിക്കാനേ സമയം കാണത്തുള്ളൂ. ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോഴേ അള്ള തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് പലതും. ഞാൻ എന്തൊക്കെ ചെയ്യണം, എൻ്റെ ജീവിതം എന്താ അള്ള തീരുമാനിച്ചു വെച്ചതാ. ഞാൻ അനുഭവിക്കണ്ടേ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നുണ്ട്, ഹസിബത്തും മൻ തദ്ഖുലുൽ ജന്ന, നീയൊക്കെ കരുതിയ ഓസിന് പോകാൻ പറ്റണ സ്ഥലം സ്വർഗ്ഗമെന്ന്? അള്ള ചോദിക്കുക, വാപ്പ 1951 പ്രമാണവും തെരഞ്ഞെടുക്കണ കാക്കാമാരോട് ചോദിക്കുക, നീ ഓസിന് കയറി പോകാൻ പറ്റുമോ? സ്വർഗം എന്ന് പറയുന്നത് ഓസ് കയറി പോകാൻ പറ്റുന്ന സ്ഥലമൊന്നും അല്ല. എന്തിനാ? ഒരുപാട് സഹാബത്തിന്റെ ചരിത്രം, ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ ഖുർആൻ പറഞ്ഞ എന്തിനാ? അള്ളാഹു അവരുടെ ശരീരത്തിലേക്ക് കുത്തിയാക്കി പച്ചച്ച് വലിച്ച് കഴുത്ത് വെട്ടിമാരി കരമ്പൊക്കെ ചവച്ചു തുപ്പി. ഇതൊന്നും വെറുതെ പറഞ്ഞില്ല. ഇതൊക്കെ നമ്മൾ കാലത്ത് അനുഭവിക്കണം. അല്ലാതെ വടിയെടുത്തോണ്ട് വരുമ്പോൾ പൊട്ടി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാ, നമുക്ക് പറയാനുള്ളത്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ ഒരു ഉപശമനം. ഈ പഴയ ആൾക്കാർ പറയും ശത്രുവിന്റെ ഉപദ്രവം ചില സമയത്ത് ഉപകാരമാകുന്ന. അൽഹംദുലില്ലാഹ്, ഈ മോഡി സാറിനെ കുറിച്ചും അല്ലെങ്കിൽ മോഡിയെ കൊണ്ടും അമിത്ഷായൊക്കെ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണം ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ ആമീൻ പറയാ ഒരു മടി. അവരെ കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടായിട്ടില്ലേ? ഞാൻ ഒരു ഗുണം പറഞ്ഞു തരട്ടെ. ഇവന്മാരെ കൊണ്ട് നമുക്കുണ്ടായ ഒരു നേട്ടം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മുസ്ലിം സമുദായത്തിൽ എത്ര സംഘടനകളുണ്ട്? കൈ എവിടെ കെട്ടണം, മരിച്ചവര് കേൾക്കുവോ, തറാവി 8 ആണോ 10 ആണോ 20 ആണോ, ഇതൊക്കെയായിരുന്നു നമ്മുടെ ചർച്ച. ഇവരെ എല്ലാവരെയും കൂടെ ഒന്ന് ഒരുമിപ്പിക്കാൻ വേണ്ടി ആരൊക്കെ ഇവിടെ കിടന്ന് തലകുത്തി നടന്നു. എത്രയോ പേര് പടച്ചവനെ ഈ സംഘടനകളെയൊക്കെ ഒന്ന് ഒരുമിപ്പിക്കാൻ വേണ്ടി നടന്നിട്ട് ഇന്ന് വരെ നടന്നോ? ഇവന്മാരെ കൊണ്ട് അത് പറ്റിയില്ലേ? ഇന്നിപ്പോ എറണാകുളത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു 5 ലക്ഷം പേര് പങ്കെടുത്ത ഒരു വലിയ പരിപാടിയുണ്ട്. അതിനകത്ത് എല്ലാവരും ഉണ്ട്. ആലിക്കുട്ടി ഉസ്താദുണ്ട്, കാന്തപുരം ഉസ്താദുണ്ട്. പടച്ചവനെ എല്ലാ സംഘടനകൾ ആൾക്കാർ ഇതുപോലെ നിരന്നിരിക്കുക. അത് ഇവന്മാരെ കൊണ്ട് പറ്റിയ ഉപകാരമല്ലേ? സത്യം പറ, ആണോ അല്ലേ? നിങ്ങൾക്ക് എന്താ പറയാൻ മടിയുണ്ടോ? അവരെ കൊണ്ട് നമുക്ക് കിട്ടിയ ഒരു ഉപകാരമല്ലേ? അപ്പൊ അൽഹംദുലില്ലാഹ്, അള്ളാഹു ശുക്ർ ചെയ്യ്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹ് നിലനിർത്തി മാറാകട്ടെ. ഖിയാമത്ത് നാൾ വരെ നോക്കിയാൽ പറ്റാത്ത കാര്യമാരെ കൊണ്ട് ഒരൊറ്റ നിയമം പാസ്സാക്കിയപ്പോ പറ്റി. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെ ചെയ്യും. നമ്മളെ ഭയപ്പെടുത്ത ഒരാളെ കൊണ്ട് പറ്റൂല. അള്ളാഹുവിനെ മാത്രം ഭയക്ക്. അള്ളാഹ് നമ്മളെ കൈവിടൂല. പടച്ചുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കാൽച്ചുവട്ടി കിടക്കണ ഒരു പിടി മണ്ണുണ്ടല്ലോ,
നിസ്കരിക്കുന്ന 5 വഖത്ത് നിസ്കരിക്കുന്ന അള്ളാനെ പേടിച്ച് നടക്കുന്ന ഒരുത്തന്റെ ഒരു കണ്ണീന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീരുണ്ടല്ലോ, അത് ശാപം തന്നെയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അള്ളാനെ ഭയന്ന് ജീവിക്ക്. അവനവന്റെ ഈമാൻ സംരക്ഷിക്കാൻ നോക്ക്. സ്വർഗത്തിൽ പോകാൻ കിട്ടുന്ന അവസരവ പാഴാക്കി കളയരുത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അൽഹംദുലില്ലാ, പ്രകടനങ്ങൾ നടത്താൻ പറ്റും, പ്രതിഷേധങ്ങൾ നടത്താൻ പറ്റും. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട ുള്ള പള്ളി കമ്മിറ്റിക്കാരോട് ഉസ്താദന്മാരോട് എനിക്ക് ഉള്ളത്, ഏറ്റവും വലിയ ആയുധം പ്രകടനമോ പ്രതിഷേധമോ അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം ആറ്റം ബോംബിനേക്കാൾ, ഏത് വലിയ മിസൈലുകളെക്കാളും പവറുള്ള ഒരു ആയുധം നമ്മുടെ കയ്യിലുണ്ട്. എന്താ അത്? ദുആയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ദുആയെക്കാളും വലിയ ഒരു ആയുധമില്ല. ഊരി പിടിച്ച വാള്, ഒടിഞ്ഞ കുന്തങ്ങള്, ഒട്ടിയ വയറ്. 313 സഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങി പോകുമ്പോ ശത്രുക്കളുടെ എണ്ണ അറിയാലോ. പിറ്റേ ദിവസം ഒട്ടകത്തെ ചുട്ട് കള്ളും കുടിച്ച് തിന്നിട്ട് പോയവന്മാരാ. അവന്മാരുടെ മുന്നിലേക്ക് 313 ബദരീങ്ങൾ ഇറങ്ങിപ്പോയപ്പോ അള്ളാഹുവെ പടച്ചവൻ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം ദുആയായിരുന്നു, ഈമാനായിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പ്രചരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുന്നതിൻ്റെ നിങ്ങളൊക്കെ അത്യാവശ്യമായി ചെയ്യേണ്ട ഒരു കാര്യം. കേരളം പോലെയല്ല നിങ്ങളുടെ നാട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഓരോ മഹല്ലുകളിൽ ഉസ്താദന്മാർ, ഓരോ മഹല്ലുകൾ ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവര് ദുആ എന്ന് പറയുന്ന ആയുധമാണ് പ്രയോഗിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഓരോ പള്ളി കമ്മിറ്റിയും ഉസ്താദന്മാരും പറയണം, ഇൻഷാ അല്ലാഹ് ഒരു വ്യാഴാഴ്ച ദിവസം എല്ലാവരും നോമ്പ് പിടിക്കണം. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട്, സംഘടനകൾ മറന്നുകൊണ്ട് എല്ലാവരും ഒരു ദിവസം നോമ്പ് പിടിച്ചിട്ട് അന്ന് നോമ്പ് തുറക്കാൻ പള്ളിയിൽ കൂടണം. അന്ന് അസർ നമസ്കാരം കഴിഞ്ഞിട്ട് എല്ലാ മഹല്ലുകളിലും ഉസ്താദന്മാരും നാട്ടുകാരും നോമ്പ് പിടിച്ച എല്ലാവരും പള്ളിയിൽ കൂടിയിട്ട് അവിടെ ഇരുന്നുകൊണ്ട് അസ്മാഉൽ ഹുസ്ന പറഞ്ഞിട്ട് ആ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഒരൊറ്റ ദുആ അങ്ങ് എടുക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ ഇരുന്നു കൊണ്ട് ആത്മാർത്ഥമായിട്ട് മുസ്ലിം ഉമ്മത്തിന് വേണ്ടി, നമ്മുടെ സമുദായത്തിന് വേണ്ടി, ഈ സമുദായത്തിന്റെ ഇസ്സത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ, അത് തടയാൻ ആരെക്കൊണ്ടും പറ്റൂലല്ലോ, അവിടെ ഇരുന്നു കൊണ്ട് ആ ആയുധം പ്രയോഗിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയങ്ങളെങ്കിൽ എല്ലാവരും കയറിയിരിക്കണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പരലോകത്തെക്കുറിച്ച്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നു. അപ്പൊ ഇവിടെ നിന്ന് പ്രവാചകൻ പറയുന്നുണ്ട്, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ആദ്യമായിട്ട് ഊതുമ്പോഴാണ് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് സൂര്യനും ചന്ദ്രനും നക്ഷത്രവും എല്ലാം ഇങ്ങനെ നമ്മുടെ തലയിലേക്ക് വീഴുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആകാശത്ത് നിന്നും മഴത്തുള്ളികൾ പെയ്യുന്നത് പോലെ അവിടുന്ന് ആകാശത്ത് നിന്ന് തീമഴകൾ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നു. ഈ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും തകർന്നു തരിപ്പണമാകുന്നു. അല്ലാഹുവല്ലാതെ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും നശിക്കുകയാണ്, ശവപ്പറമ്പ് പോലെ. അല്ലാഹുവേ, അധികാരമുള്ളവനും പണമുള്ളവനും പണമില്ലാത്തവനും കൊട്ടാരത്തിൽ കഴിയുന്നവനും കുടിലിൽ കിടക്കുന്നവനും ആൾബലമുള്ളവനും സർവരും അല്ലാഹുവേ മണ്ണിനടിയിലേക്ക് പെട്ടുപോവുകയാണ്. ഈ പ്രപഞ്ചം മുഴുവനും തകർന്നു തരിപ്പണമായി. അല്ലാഹുവല്ലാതെ പിന്നെ ഈ ലോകത്തൊരു മഖ്ലൂഖുമില്ല. അത് കഴിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റായിൽ എന്ന് പറയുന്ന മലക്കിന് റൂഹ് കൊടുത്തിട്ട്, അത് കഴിഞ്ഞ് പടച്ചവനെ അതാ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കിന് അവിടുന്ന് റൂഹ് കൊടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹു അവിടുന്ന് പറയുന്നു, ഇസ്രാഫീൽ. പിന്നെയും സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതാം പറയുമ്പോൾ ആ മലക്കതാ സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോൾ ഖബറിന്റെ അകത്ത് നിന്ന് ജനങ്ങളെ മുഴുവനും എഴുന്നേറ്റ് വരികയാണ്. മണ്ണിന്റെ അടിയിലേക്ക് പെട്ടുപോയവർ മുഴുവനും പടച്ചവനെ അതാ അവിടെ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. ഇവിടത്തെ പള്ളിപ്പറമ്പിൽ നിന്ന് എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബി അവിടെ നിന്ന് പറയുന്നുണ്ട്, എങ്ങനെയാണ് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നതെന്നറിയുവോ? എല്ലാവരെയും നല്ലതുപോലെ കുളിപ്പിച്ചു, സുഗന്ധങ്ങൾ തേച്ചു, പുതിയ വസ്ത്രത്തിൽ പൊതിഞ്ഞു, പള്ളിയിൽ കൊണ്ടുപോയി മനുഷ്യന്റെ കോലത്തിലാണ് ഖബറടക്കുന്നത്. എങ്കിലും നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നത് മനുഷ്യന്റെ കോലത്തിലല്ല, പല പല വ്യത്യസ്തമായ രൂപങ്ങളിലാണ് കടന്നു വരുന്നത്.
പല വ്യത്യസ്തമായ രൂപങ്ങളില് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്ന സ്വഹാബ, പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, ഉഹുദ് മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, പിൻകാലങ്ങളിൽ കൊടികുത്തി വെച്ചിട്ട് വരുന്നവർ, ഇതുപോലെ 41 വിഭാഗത്തിലെ ജനങ്ങൾ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. എല്ലാവരും നഗ്നരാണ്. ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ ആണും പെണ്ണും വസ്ത്രം ധരിച്ചിട്ടില്ല, ഒരാൾക്കും വസ്ത്രമില്ല. എല്ലാവരും പേടിച്ച് വിറച്ചുകൊണ്ട് തലതാറ്റി പിടിച്ചുകൊണ്ട് അള്ളാന്റെ കോടതിയിലേക്ക് ജനങ്ങളെ മുഴുവനും കിടന്നു വരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, ചെമ്പിന്റെ തറയാണല്ലോ, ചെമ്പിന്റെ തറയിലാണ് ജനങ്ങളെ മുഴുവനും നിൽക്കുന്നത്. 15 ലക്ഷത്തോളം വരുന്ന കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന പടച്ചറപ്പിന്റെ സൂര്യനുണ്ടല്ലോ, ആ സൂര്യൻ അന്നത്തെ ദിവസം നമ്മുടെ തലയുടെ മുകളില് ഒരു ചാണ് മുകളിൽ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ തലയുടെ മുകളിൽ നിൽക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ചൂട് സഹിക്കാൻ കഴിയാതെ നമ്മുടെ തലച്ചോറുണ്ടല്ലോ, നമ്മുടെ തലച്ചോറുണ്ടല്ലോ, ചൂട് സഹിക്കാൻ കഴിയാതെ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് തിളയ്ക്കുകയാ. മഹാനായ തഴവ ഉസ്താദ് വിശദീകരിക്കുന്നുണ്ട്, ചൂടുള്ള നാളുണ്ട് ഖിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ, വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ, ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണേ ഇളാ, സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മോള, അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോള, തലച്ചോറ് തിളയ്ക്കുകയാണ്. എന്നിട്ടിങ്ങനെ മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുകയാണ്. പടച്ചവനെ, ഭയാനകമായ ദിവസം. അല്ലാഹുവേ, ജനങ്ങൾ ഇങ്ങനെ വിയർപ്പിന്റെ അകത്ത് മുങ്ങുകയാണ്. ആ ഭയാനകമായ ദിവസത്തില് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി. പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാണ്, പടച്ചവനെ, മാതാപിതാക്കളോ കൂടപ്പുറപ്പോ ഭാര്യയോ മക്കളോ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. ആ കോടതിയിൽ അല്ലാഹുവേ ആദം നബി ഉണ്ടല്ലോ. ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങളെ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ, മുർസലീങ്ങള്, അവരുടെ സമുദായങ്ങള് എല്ലാവരും നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ സഹാബാ, അതാ മലക്കുകൾ ഒരു സിംഹാസനം കൊണ്ടുവരികയാണ്. എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയില് ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും യഹ്യാ നബിയും ദാവൂദ് നബിയും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരെയുള്ള സർവ്വ പ്രവാചകന്മാരും അവരുടെ സമുദായങ്ങൾ മുഴുവനും നാളെ പടച്ചുറപ്പിന്റെ കോടതിയിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകളതാ അവിടെ ഒരു സിംഹാസനം കൊണ്ടുവരികയാണ്. മനോഹരമായ ഒരു സിംഹാസനം, കണ്ടാ കൊതി തോന്നുന്ന, കണ്ടാ അത്ഭുതം തോന്നുന്ന മനോഹരമായ ഒരു സിംഹാസനം ഇങ്ങനെ കൊണ്ടുവരികയാണ്. എല്ലാവരും അതിലേക്ക് നോക്കുകയാണ്. ആർക്കുള്ളതാ പടച്ചവനെ? ആ സിംഹാസനം ആർക്കുള്ളതാണ്? പ്രവാചകന്മാർക്കുള്ളതാണോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ സിംഹാസനം ആർക്കുള്ളതാ നബിയേ? പ്രവാചകന്മാർക്കുള്ളതാണോ? മുത്തുനബി പറഞ്ഞു, അല്ല സഹാബ,
ശുഹദാക്കൾക്കുള്ളതാണോ? അല്ല സ്വഹാബ. പിന്നെ ആർക്കുള്ളതാ നബിയേ? ആ മനോഹരമായ സിംഹാസനമുണ്ടല്ലോ, മനോഹരമായ സിംഹാസനമുണ്ടല്ലോ, അതാർക്കുള്ളതാ നബിയേ? അതിന്റെ അവകാശികൾ ആരാ നബിയേ? നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് അതാ ഒരു സ്വർണത്തിന്റെ മനോഹരമായ സിംഹാസനമുണ്ടല്ലോ, അത് നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരികയാണ്. അതിലെല്ലാവരും ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, അതിലെല്ലാവരും ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനകത്തിരിക്കുന്ന മനുഷ്യനാരെന്നറിയുമോ? ആ സിംഹാസനത്തിന്റെ അവകാശിയാ ാരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുന്നു? സ്വഹാബ അൽ മുതഹാബൂന ഫില്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നു. ആദൻ നബി മുതൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സർവ്വ പ്രവാചകന്മാരും അവരുടെ അനുയായികളും എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സിംഹാസനം കൊണ്ടുവന്നിടുകയാണ്. മനോഹരമായ സിംഹാസനം. അത് കാണുമ്പോൾ എല്ലാവർക്കും അതിലൊന്നിരിക്കാൻ, അത് അല്ലാഹുവേ എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിച്ചു പോകുന്നു. മുത്തുനബിയോട് സഹാബത്ത് ചോദിച്ചു, നബിയെ അത് പ്രവാചകന്മാരുടെ ഇരിപ്പിടമാണോ? അല്ല, അത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയ ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച ശുഹദാക്കൾക്കുള്ളതാണോ? മുത്തുനബി പറഞ്ഞു, അല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സിംഹാസനം ആർക്കുള്ളതാണെന്നറിയുമോ? അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച രണ്ട് കൂട്ടുകാർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. ആ സിംഹാസനം ആർക്കുള്ളതാ? അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച രണ്ട് കൂട്ടുകാർക്കുള്ളതാ. അല്ലാഹു ആ സിംഹാസനം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും ദൂരം സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്ത് ഉടുപ്പിയുടെ ഈ നാട്ടിലേക്ക് ഞാൻ കടന്നു വന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സിംഹാസനത്തിൽ ഒരിടം എനിക്ക് കിട്ടുന്നതിന് വേണ്ടിയാ. അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച കൂട്ടുകാരിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അങ്ങനെയുള്ള കൂട്ടുകാരിൽ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 2020 നമ്മളിലേക്ക് കടന്നു വന്നു. ആ 2020 ഒന്നാമത്തെ രാത്രിയിലാണ് ഞാൻ നിങ്ങളും ഒരുമിച്ച് കൂടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ പോരായ്മകളും അല്ലാഹു അവൻ്റെ കരുണ കൊണ്ട് അല്ലാഹു പുറത്തു മാപ്പാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഞാൻ നിങ്ങളുടെ നാളെ അല്ലാഹുവിൻ്റെ മുന്നിൽ രക്ഷപ്പെടുന്ന ഒരു കൂട്ടുകാരനാകാൻ വന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ കൂട്ടുകാരൻ നിങ്ങളോട് ഒരു നന്മ പറഞ്ഞു തരികയാ. ഇന്നത്തെ രാത്രി വരെ 2020 ജനുവരി മാസം 1-ാം തീയതി ഇശാ നമസ്കാരം കഴിഞ്ഞു. രാത്രി 10:13 ഈ സമയം വരെ നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാവങ്ങൾ, കള്ളുകുടിച്ചോ, വ്യഭിചരിച്ചോ, പലിശ തിന്നോ, കഞ്ചാവടിച്ചോ, മയക്കുമരുന്നടിച്ചോ, നീ എന്തു പാവം ചെയ്തവനാകട്ടെ, ഇന്നത്തെ രാത്രി വരെ നിന്റെ ജീവിതത്തിൽ 20 തൗബ ചെയ്യുന്ന മനസ്സോടുകൂടി ഒരേ ഒരു പ്രാവശ്യം നിങ്ങൾ ഇവിടെ ഇരുന്നോത്. അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാവങ്ങളും അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അല്ലാഹു ഓതാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതൂലേ? അതിനും മടിയാ, ഓതൂലേ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അപ്പൊ ആയത്ത് വേണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ കൈപൊക്കിക്കേ. അവിടെ ഇരിക്ക്. ഒരു 11:30 നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ 10 വർഷക്കാലം നടന്ന സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു തആല അൻഹു. പ്രവാചകനെ വല്ലാത്ത ഇഷ്ടമാണ് അനസ് തങ്ങൾക്ക്. പ്രവാചകന്റെ കൂടെ അനസ് റളിയല്ലാഹു തആല അൻഹു ഖാദിമാണ്. പ്രവാചകന്റെ ഖാദിമായിരുന്നു അനസ് റളിയല്ലാഹു തആല അൻഹു. ആ അനസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ താബിഈങ്ങളിൽപ്പെട്ട, എൻ്റെ പ്രിയപ്പെട്ടവരെ, താബിഈങ്ങളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അവിടെ നിന്ന് ചരിത്രത്തിൽ കാണാം, റബീ ഇബ്നു ഹുസൈം റളിയല്ലാഹു തആല അൻഹു താബിഈങ്ങളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാ. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു റബീ ഇബ്നു ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങളെ എങ്ങാണം എൻ്റെ മുത്തുനബി കണ്ടിരുന്നെങ്കിൽ
അവിടെ നിന്ന് പറയുന്നു, റബീഅ ഇബ്നു ഹുസൈം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ചെറുപ്പക്കാരനായ മഹാനായ റബീഅ ഇബ്നു ഹുസൈം റളിയല്ലാഹു തആല അൻഹു, ആ ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ 10 വർഷക്കാലം ജീവിച്ച അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഖാദിമായിരുന്ന അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റബീഅ, നിന്നെ എങ്ങാണം അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടിരുന്നെങ്കിൽ, അവിടെ നിന്നതാ പറയുകയാണ്, അനസ് തങ്ങൾ പറയുന്നു, ലഅഹബ്ബക, അവിടെ നിന്ന് പറയുന്നു അല്ലാഹുവിന്റെ പ്രവാചകനെങ്ങാണം, അവിടെ നിന്ന് പറയുന്നു, റബീഅ, അല്ലാഹുവിന്റെ റസൂൽ എങ്ങാണം നിന്നെ കണ്ടിരുന്നെങ്കിൽ അവിടെ നിന്ന് ഇഷ്ടപ്പെടുമായിരുന്നു റബീഅ. അനസ് തങ്ങൾ അതാ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് പറയുകയാണ്, നബി നിന്നെ കണ്ടിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ കണ്ടിരുന്നെങ്കിൽ പ്രവാചകൻ നിന്നെ സ്നേഹിക്കുമായിരുന്നു എന്ന് റബീഅ ഇബ്നു ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അനസ് തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്തുകൊണ്ടാ പറഞ്ഞതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടാൽ സ്നേഹിക്കുമായിരുന്നു എന്ന് മുത്തുനബിയുടെ കൂടെ നടന്ന സ്വഹാബി പറയാനുള്ള കാരണം എന്താ? അതിനുള്ള യോഗ്യത എന്തായിരുന്നു? ആ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന യോഗ്യത എന്തായിരുന്നു? ആരാ റബീഅ ഇബ്നു ഹുസൈം എന്നറിയുമോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, അല്ലാഹുവേ ഖബറിനെ കുറിച്ച് പറയുന്ന ആയത്ത് കേട്ടപ്പോ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ആയത്ത് ഓതിയപ്പോ, മഹാനായ റബീഅ ഇബ്നു ഹുസൈം റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടപ്പോ, മരണത്തിന് ശേഷമുള്ള ഖബറിനെ കുറിച്ചുള്ള ജീവിതത്തെ കുറിച്ച് പറയുന്ന ആയത്ത് ഓതിയപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് വീടിന്റെ കവാടത്തിന്റെ മുന്നിലോ തന്റെ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ ഒരു കബറ് കുഴിക്കുകയാ. തന്റെ വീടിന്റെ മുന്നില്, വാതിലിന്റെ മുന്നില് റബീഅ ഇബ്നു ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു കബറ് കുഴിക്കുകയാണ്. കബറിന്റെ പണിയെല്ലാം പൂർത്തിയായി. രാവിലെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയാൽ സുബഹി നമസ്കാരത്തിന് വേണ്ടി വെളുപ്പാങ്കാലത്ത് റബീഅ ഇബ്നു ഹുസൈം എഴുന്നേറ്റ് കഴിഞ്ഞാ പടച്ചവനെ എഴുന്നേറ്റ് വന്നിട്ട് വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറുണ്ടല്ലോ, തന്റെ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറുണ്ടല്ലോ, ആ കബറിന്റെ അകത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ചെറുപ്പക്കാരനുണ്ടല്ലോ, ആ കബറിന്റെ അകത്ത് ഇറങ്ങി അങ്ങോട്ട് മയ്യത്ത് കടത്തുന്നത് പോലെ കടക്കുകയാ. എന്നിട്ട് അതിനകത്ത് കടന്നുകൊണ്ട് പറയുകയാണ്, ഖാല റബ്ബിർജിഊനി, അല്ലാഹുവേ, പള്ളിപ്പറമ്പിലെ കബറിന്റെ കിടക്കുന്ന കബറാളികളെ പറയുന്നല്ലോ, കബറിന്റെ അകത്ത് കിടക്കുന്ന കബറാളികൾ അവിടെ കിടന്ന് യാചിക്കുന്നു, എനിക്കൊരവസരം കൂടെ നൽകിയാൽ, എനിക്കൊരു ചാൻസ് കൂടെ നൽകിയാൽ, പടച്ചവനെ നിസ്കരിക്കാൻ തമ്പുരാന്, ഖുർആൻ ഓതാൻ തമ്പുരാന്, ദിക്റുകൾ പറയാൻ തമ്പുരാന്, സദഖകൾ കൊടുക്കാൻ തമ്പുരാന്, എനിക്കൊരവസരം താ അല്ലാഹ്. കബറിന്റെ അകത്ത് കിടക്കുന്ന മയ്യത്തുകൾ യാചിക്കുമെന്ന അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, റബീഅ ഇബ്നു ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രാവിലെ എഴുന്നേറ്റിട്ട് വീടിന്റെ മുന്നിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറിന്റെ അകത്ത് ഇറങ്ങി കിടക്കുകയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാഹ്, എനിക്കൊരവസരം കൂടെ തന്നാൽ ഞാൻ ഒരുപാട് നന്മകൾ ചെയ്യാമല്ലോ.
മയ്യത്തുകൾ കിടന്ന് വിലപിക്കുന്നത് പോലെ ഖബറിന്റെ അകത്ത് കിടന്ന് വിലപിക്കുകയാണ്. ഖബറിന്റെ അകത്ത് കിടന്ന് വിളിച്ചു പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് അല്ലാഹുവേ ദുനിയാവിലേക്ക് സ്നേഹിക്കും ചെറുപ്പക്കാരാ, മുത്തുനബി നിന്നെ സ്നേഹിക്കും ബാപ്പാ. മുത്തുനബിയുടെ ഹൃദയത്തിന്റെ അകത്ത് നിനക്കൊരു സ്ഥാനമുണ്ടാകുമെന്ന് ചരിത്രം പറയുകയാ. ഹുസൈം എന്ന് പറയുന്ന താബീങ്ങളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഹാദിമായി നടന്ന അനസ് തങ്ങൾ പറയുകയാ, നിന്നെ എങ്ങാനും പ്രവാചകൻ കണ്ടിരുന്നെങ്കിൽ എന്റെ നബി നിന്നെ സ്നേഹിക്കുമായിരുന്നു, എന്റെ മുത്തുനബി നിന്നെ സ്നേഹിക്കുമായിരുന്നു. കാരണം നിനക്കതിനുള്ള യോഗ്യതയുണ്ട്, നിനക്ക് അതിനുള്ള അർഹതയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അനസ് തങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം ആ റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് 6 നല്ല ഗുണങ്ങൾ ഉണ്ടായിരുന്നു, നമുക്കില്ലാതെ പോയത്. ഈ സദസ്സിലിരിക്കുന്ന നമുക്കില്ലാതെ പോയതും അത് തന്നെയാ. ഈ പറയുന്ന 6 നല്ല ഗുണം എനിക്കോ നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ നമ്മൾ മുത്തുനബിയുടെ കൂട്ടുകാരാ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഉറക്കല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹുവെ മുത്തുനബിയെ സ്വപ്നം കാണാൻ, അള്ളാഹുവെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നതിന് മുമ്പ് അഷ്റഫുൽ ഖൽഖായ തങ്ങളെ ഒരു വട്ടമെങ്കിലും ഒന്ന് സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ പടച്ചോനെ, ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ പടച്ചോനെ. കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അൽഹംദുലില്ലാ, എനിക്ക് ആഗ്രഹമുണ്ട്. 33 കൊല്ലമായി ഞാനും പരിശ്രമിക്കുന്നു, ഇതുവരെ പറ്റിയില്ല. മുത്തുനബിയെ സ്വപ്നം കാണണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരാ. നമ്മളൊക്കെ പറയും മുത്തുനബിയെ വല്ലാത്ത ഇഷ്ടം, റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ. ഓ എന്നാ സ്നേഹമെന്നറിയോ പടച്ചോനെ. മൗലിദ് മദ്ഹ് എല്ലാം അത് കഴിഞ്ഞ മടക്കി ആണ്ട് നടത്ത വർഷത്തി 12 ദിവസത്തെ ആണ്ട്. ആ സ്നേഹമല്ല എന്റെ പ്രിയപ്പെട്ടവരെ. നമ്മൾ സ്നേഹിച്ചിട്ട് മുത്തുനബിയെ കാണാൻ ഞാൻ ആലോചിക്കുന്നത് 33 കൊല്ലം കൊണ്ട് ഞാൻ വഅദ് പറയും, സ്വലാത്ത് പറയും, മദ്ഹ് പറയും, മൗലിദ് ഓതും, എല്ലാം ചെയ്യും. 33 കൊല്ലമായിട്ട് എനിക്കിതുവരെ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കള്ളനാണ്. എന്റെ സ്നേഹം കള്ളസ്നേഹമാണ് ഞാൻ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അതാണല്ലോ 33 കൊല്ലം കൊണ്ട് ഞാൻ പരിശ്രമിച്ചിട്ട് മുത്തുനബി എനിക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ സ്നേഹം കപട സ്നേഹമാണ്. അള്ളാഹു അത് നല്ല നിലയിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എനിക്ക് 33 ആയുള്ളൂ. സ്റ്റേജിൽ 50 കഴിഞ്ഞ് ഇരിപ്പുണ്ട്. സ്റ്റേജിലും പുറത്തു ഇരിക്കണവർ എന്നെക്കാലം വയസ്സ് മൂത്തവരുണ്ട്. എന്തേ വാപ്പ പറ്റാത്ത? ഒരുപാട് നബിദിനം ആഘോഷിച്ചല്ലോ, ഒരുപാട് ചീരണി തിന്നല്ലോ, ഒരുപാട് മൗലിദ് ഓതിയല്ലോ, ഒരുപാട് സലാത്ത് പറഞ്ഞല്ലോ. എന്തേ നിന്നെ കൊണ്ടും പറ്റാത്തത്? അപ്പൊ കള്ളസ്നേഹം ആയതുകൊണ്ടല്ലേ? അപ്പൊ അതുകൊണ്ട് മുത്തുനബിയെ കാണാനും ഒരു എളുപ്പ വഴിയുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഓതിയാ മതി. പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓത്. നീ മദീനത്തൊന്നും പോണ്ട, ആ മദീനത്ത് കടന്നുറങ്ങണ നബി നിന്നെ കാണാൻ നിന്റെ വീട്ടിൽ വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതിനും പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തുണ്ട്. പറ 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആയത്തൊക്കെ പിന്നെ പഠിക്കാം. ആ ലൈറ്റിന്റെ ചുവട്ടി കുറച്ച് ചങ്ങാതിമാര് നിൽക്കുന്നുണ്ട്, ഇവിടെയും കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. എന്തിനാ മക്കളെ നിൽക്കണ? എടാ സ്വർഗത്തിൽ കയറി ഇരടാ അനിയന്മാരെ. സംഘാടകരാണെങ്കിലും ഒരു ബക്കറ്റ് പിരിവുണ്ടില്ലേ? ഇൻഷാ അല്ലാഹ് ബക്കറ്റ് പിരിവെടുക്കാൻ വേണ്ടിയാ ഇവരൊക്കെ. അത് അവരുടെ ജോലി അതുകൂടെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ളവരൊക്കെ കൈ പൊക്കിക്കേ. പൊക്കിയോ? ആ പൊക്കിയ കൈ നേരെ ഒന്ന് പോക്കറ്റ് ഇട്ടേ. ആ പൊക്കിയ സംഘാടകര് ബക്കറ്റ് എടുത്തേ. സംഘാടകര് ബക്കറ്റ് പിരിവില്ലേ? അപ്പൊ ബക്കറ്റ് പിരിവ് നല്ല ദിവസം പറയാതെ ബക്കറ്റ് എന്നല്ല പാട്ട പിരിവില്ല. സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ളവര് പൊക്കിയില്ലേ? ആ പോക്കറ്റിലോട്ട് ആ കയ്യൊന്നിട്ടിട്ട് ഒരു സദക്ക എടുത്ത്. ആർക്കാ നേട്ടം? ആർക്കാ നേട്ടം? നിന്റെ പൈസ അള്ളയ്ക്ക് വേണോ? വേണ്ട. എടാ ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നു. മംഗലാപുരത്ത് ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറയാ ഇനി മരുന്നുകളൊന്നുമില്ല, മോളിൽ ഇരിക്കണ ആള് മാത്രമേ ഉള്ളൂ, വീട്ടിൽ കൊണ്ടുപോക്കോളാൻ. അപ്പം മോനെ 1001 രൂപ പള്ളിയിലെ ഖത്തീബിന്റെ കൈ കൊടുത്തേരെ ദുആ ചെയ്യാൻ. ആർക്ക് വേണം നിന്റെ 1001 രൂപ? അപ്പഴാ കൊടുക്കണ്ടേ? എടാ 2 കിഡ്നിക്കും തകർന്നു പോയി.
പടച്ചവനെ മാറ്റിവെക്കാൻ 35-40 ലക്ഷം രൂപ വേണം. 35-40 ലക്ഷം രൂപ വേണം. ആ സമയത്ത് 501 രൂപ പള്ളിക്ക്. അപ്പോഴല്ല മോനെ കൊടുക്കേണ്ടത്, ഇപ്പൊ കൊടുക്ക്. എടാ, നീ നിന്റെ സമ്പാദ്യം മുഴുവനും കൊടുക്കണ്ട. മനസ്സറിഞ്ഞുകൊണ്ട് ഇഖ്ലാസോടുകൂടി ഒരു നല്ല സദക്ക 10 രൂപ എടുത്താൽ മതി. ഇപ്പോ നിന്റെ കയ്യിലുള്ളതിൽ നിന്നൊരു നല്ല സദക്ക എടുത്തിട്ട് അൽഹംദുലില്ലാഹ്, മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ അല്ലാഹു അവിടുത്തെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആ മഹാനവറുകളുടെ പേരിൽ അൽഹംദുലില്ലാഹ് ബഹുമാനായ മിത്തബ ഉസ്താദ് പറഞ്ഞു തുടങ്ങാൻ എന്റെ പ്രിയപ്പെട്ടവരെ തുടക്കം കുറിച്ചിരിക്കുന്ന ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാ. മനസ്സറിഞ്ഞുകൊണ്ട്, ഞാനല്ല പറഞ്ഞത്, അസ്സദഖത്തു റദ്ദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബിയല്ലേ പറഞ്ഞേ? കള്ളം പറയോ? മുത്തുനബി കള്ളം പറയോ? പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അസ്സദഖത്തു റദ്ദുൽ ബലാ, ക്യാൻസർ മാറ്റും, ട്യൂമർ മാറ്റും, കിഡ്നി രോഗം മാറ്റും, സ്ട്രോക്ക് മാറ്റും, നിന്റെ സർവ്വ രോഗങ്ങളും മാറ്റാൻ നീ കൊടുക്കുന്ന ഈ ചെറിയ സദക്കയ്ക്ക് കഴിയും. അതുകൊണ്ട് എല്ലാവരും അല്ലാഹുവേ, എന്റെ സമ്പാദ്യം മുഴുവനും വിറ്റ് ചികിത്സിച്ച് മരുന്ന് വാങ്ങുന്ന